ആ ദിനമോ, എന്നാ ഞാൻ ഇറങ്ങുക. പള്ളിക്കമ്മിറ്റി കഴിഞ്ഞേച്ചുവേ വരത്തുള്ളൂ. എന്നാ പിന്നെ ഞാനും വരുന്നു മാത്തൂട്ടി. കുറുപ്പച്ചന്നില്ലേ, അപ്പന്റെ കൂടെ ഇച്ചിരി നേരം ഇരുന്നാട്ടെന്ന്. പോയച്ചും വേറെ പണിയൊന്നുമില്ലല്ലോ. പണിയൊന്നുമില്ല. അപ്പാ ഞാൻ പോയച്ചും വരാം. ഞാൻ അവളെ പറഞ്ഞു വന്ന എന്താവാ? വാ, ഇങ്ങ അടുത്തു വാ. ഇയാള് വന്നാട്ടെ. എന്താവാ ഞാൻ അവളെ? കിടന്നുറങ്ങുമായിരുന്നു ഞാൻ. അപ്പോഴുണ്ട് ആരാണ്ട് വന്ന് വിളിച്ചുണർത്തി. നോക്കിയപ്പോഴ് പഞ്ഞി പോലെ താടിയുള്ള ഒരു മൂപ്പീന്ന് മുമ്പി വന്ന് നിന്ന് ചിരിക്കുക. കണ്ണ് രണ്ടും നീല രത്നക്കല്ല് പോലെയാ. കണ്ടപ്പോള് നല്ല പരിചയം, പക്ഷേ ഓർത്തേച്ചും കിട്ടിയില്ല. കണ്ടു മറക്കുന്നതിൻ്റെ കൂട്ട്. മുമ്പിൽ നിൽക്കുന്ന ആരാ എന്ന് ചോദിച്ചാറേ ഒരു മറുപടി കിട്ടി. ആരാന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. പഴയ പരിചയമായിരിക്കും ഇല്ലയോ? പിന്നില്ലയോ? മൂപ്പേന്ന് പറയുവാ എനിക്ക് 12 മക്കളായിരുന്നെന്ന്. 12 മക്കളോ? ഒറ്റ പെമ്പിളയിലാന്നോ അതോ? ഇയാളിത് എന്താ? മൂത്തവന്റെ പേര് റൂബേൻ, എല്ലാലിയും ഇളയവൻ ബെന്യാമീൻ. റൂബേൻ, ബെന്യാമി. അത് ശരി, പേര് കൊള്ളാം. കേട്ടപ്പോ ഇപ്പൊക്കെ ഉണ്ട്. പേര് കേട്ടതും കട്ടിലെ എഴിച്ചിരുന്ന് ഞാൻ വായ്ക്ക് കൈ പൊത്തി. എന്നുവെച്ചാ ആരാ വന്നേക്കുന്നേ? 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പിതാവായ സാക്ഷാൽ യാക്കോബ്. 12 മക്കളുടെ അപ്പൻ. റൂബാൻ മുതൽ ഗോദോ വരെയും തോന്നും വണ്ണം ജീവിച്ച് 12 ഗോത്രങ്ങളായി. എന്നെ കൂട്ടിക്കൊണ്ടു പോവാനെ കൊണ്ട് വന്നേക്കുവാ. എങ്ങോട്ട്? എങ്ങോട്ടാ? അങ്ങോട്ട് തന്നെ, അല്ലാതെ എങ്ങോട്ടാ? എന്നോട് ചോദിക്കുക, മക്കളുടെയും കൊച്ചുമക്കളുടെയും ഇടയില് ഇയാള് വ്യാകുലപ്പെട്ടിരിക്കുമല്ലോ എന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. ഇച്ചിര നേരം മിണ്ടാതിരുന്നേം വെച്ചും പിന്നൊറ്റ ചോദ്യമാ, വരാനുള്ള ഒരുക്കത്തോടെ ഇരിക്കുവാന്നോന്ന്. വരാനുള്ള മനസ്സില്ലേന്ന് പറയുന്ന എങ്ങനാ? വന്ന് വിളിക്കുമല്ലയോ? ചോദിച്ചപ്പോഴ് ആന്നേന്ന് മറുപടി പറഞ്ഞു. വന്ന് വിളിച്ചാ പോകാതൊക്കുവോ? അപ്പച്ചൻ എന്താ പറയുന്നേ? അല്ലേലും എനിങ്ങിനിയും എന്താ നോക്കാൻ? കാലമെത്തുമ്പോൾ പോകാതൊക്കുവോ? കാറ്റിപ്പൊഴിയുന്ന ഇലയ്ക്ക് അത് തളിരാർന്ന കാലം ഓർക്കാൻ നേരമുണ്ടോ? ഒരു പൊഴുതി കഴിയും. അപ്പച്ചൻ എന്താ? യുവത്വവും ജീവിതത്തിന്റെ പ്രഭാതവും മിഥ്യയാ. മനുഷ്യന്റെ എല്ലാ കാഴ്ചയും മിഥ്യയാ. കിളിവാതിലിലൂടെ നോക്കുന്നവൻ അന്ധനായി പോവും. മനുഷ്യൻ
തന്റെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീതിയിലൂടെ നീങ്ങുകയും ചെയ്യും. വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രങ്ങൾ തകരും, അരുവിയിൽ വെച്ച് കുടമുടയും, നീർത്തൊട്ടിയുടെ ചക്രം തകരും, ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് തിരിച്ചു പോകും. സമസ്തവും മിഥ്യ തന്നെ. അപ്പച്ച കുഞ്ഞനാപ്പിളക്ക് മനസ്സിൽ വിഷമം തട്ടിയിട്ടുണ്ട്. ദീനം വന്ന പിന്നെ തീരെ വയ്യ അല്ലയോ? അല്ലേലും പറഞ്ഞിട്ട് എന്തോ ചെയ്യാനാ, ഒരുപാടായില്ലയോ? ജീവിതമായാലും മനുഷ്യന് ഒരുപാടായാ മടുക്കും. ജീവിതം മടുപ്പായ പറഞ്ഞിട്ട് കാര്യമില്ല. മടുപ്പുള്ളത് അവസാനിപ്പിക്കാൻ നോക്കും മനുഷ്യര്. അത് ജീവിതമായാലും കൊള്ളാം, എന്തോ ആയാലും കൊള്ളാം. അല്ല, ഞാൻ അപ്പച്ചന്റെ മനസ്സാ പറഞ്ഞേ. ഇവിടെ വിട്ടേച്ചും വേറെ എങ്ങോട്ടെങ്കിലും പോണോന്ന് കാണും കുഞ്ഞാനും അപ്പളേക്ക്. അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ദീനായേ, ദീനായേ, ഒരു കാര്യം പറയണമെന്നുണ്ട്. എനിക്കറിയാൻ വയ്യ. വെറുതെ ഇരിക്കുമ്പോഴേ മനസ്സ് നൂല് പൊട്ടിയ പട്ടം മാതിരി എങ്ങാണ്ടോ പോയി താരുക. എനിക്കറിയാൻ വയ്യ. നേരായിട്ടും പറയുക അതെവിടാന്ന്. കാറ്റിനൊപ്പിച്ചുള്ളൊരു പോക്ക. എനിക്കന്ന് കുഞ്ഞാനാമാപ്പിളയുടെ കുഞ്ഞിക്ക് നോക്കാൻ പറ്റാത്ത കണക്ക്. എനിക്കും വയ്യ. എനിക്കന്ന് എന്റെ മുന്നിക്ക് തന്നെ നോക്കാൻ വയ്യ. എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് ഇനിയൊന്നും പറയല്ല. കർത്താനെ വിചാരിച്ചൊന്നും പറയല്ല. എനിക്ക് വിളിച്ചോടാൻ പറ്റത്തില്ല, അത് ഉറപ്പാ. നെഞ്ചില് ഏക്കോ അനക്കോ ഉള്ളവര്, അത് ഉറപ്പാ.